ഏട്ടാ നമുക്ക് ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. നിങ്ങൾ എന്നെ പറ്റിക്കല്ലേ ചെയ്തേ? നീ എന്നാണ് പറയുന്നത്? ഞാൻ നിന്നെ പറ്റിച്ചിന്. നിങ്ങൾ എന്ത് പണിയെന്ന് എന്നോട് പറഞ്ഞേ? ഡ്രൈവർ. നിങ്ങളൊരു ആംബുലൻസ് ഡ്രൈവർ ആണല്ലേ? ആംബുലൻസ് ഡ്രൈവറാ നിങ്ങളെപ്പോഴാ ഞാൻ വരേണ്ടത്? അതൊന്നും ആംബുലൻസ് ഡ്രൈവർക്ക് ഒരു കുറവ്. ശവം കൊണ്ടാവുന്ന പണിയല്ലേ നിങ്ങളെ? ഞാൻ വിചാരിച്ചതോ കമ്പനിയിലെ ഡ്രൈവറാണെന്നാ. നിങ്ങളെ ഇനി ഒന്നും പറയണ്ട, എനിക്കിതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിപ്പിച്ചേ. നീ എന്നാ അച്ഛൻ പറയുന്നേ? നീ ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രതീഷ, അച്ഛൻ നീ ഒന്നിടാ. ഏട്ടാ ഇത് രതീഷേട്ടെ. ഞാൻ പറയില്ലേ ഇടക്ക്, അത് ഇന്നൊരു തീരുമാനമാക്കാൻ വേണ്ടി വിളിപ്പിച്ചയാ. എന്നിട്ട് അച്ഛൻ നീ ലാസ്റ്റ് ഒന്ന് തീരുമാനിച്ചേ? ഈ ബന്ധം നിർത്താനായിട്ടാ തീരുമാനിച്ചേ. ഇയാളൊരു ആംബുലൻസ് ഡ്രൈവറാണ്. ഇയാൾ ഇത്രയും കാലം എന്നെ പറഞ്ഞ് പറ്റിക്കലേനു. അതുകൊണ്ട് നിർത്താൻ തന്നെയാ തീരുമാനിച്ചേ. നീ എന്നാണ് പറയുന്നത്? ആംബുലൻസിന്റെ പേർക്ക് എന്നാ കുറവ്? ഇവനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? എന്നായിട്ടാ ഇതിനെ പറ്റി ഇനി അറിയാവുള്ളേ? നിനക്ക് നമ്മളെ അച്ഛന് ആക്സിഡന്റ് ആയി ഓർമ്മയുണ്ടാ? വണ്ടി അടിച്ചിട്ട് റോഡിൽ കിടന്നിട്ട് ഒരു കുട്ടി തിരിഞ്ഞ് നോക്കാണ്ടിരുന്നേ. ആ കറക്റ്റ് സമയത്ത് ഇവൻ എത്തിയതുകൊണ്ട് നമ്മൾ അച്ഛൻ രക്ഷപ്പെട്ടു. ഒരു കുട്ടി അച്ഛനെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായില്ല. ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നവരാണ്. ഇവൻ നമുക്ക് ദൈവത്തിനെ പോലെയാണ്. നമ്മൾ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ഇവനാ. ഏട്ടാ ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ലേനോ ഏട്ടാ. രതീഷേട്ടാ സോറി, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ലേനോ.